ഹലോ ഡിയേഴ്സ്, വെൽക്കം ഓൾ. ദിസ് ഇസ് മീ ഹനിയ ഫ്രം ജിയാസോൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കിളിക്കൂടും അതിൻ്റെ ഉള്ളിൽ 2 കിളികളാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബലൂണ്, ജൂട്ട് ത്രെഡ്, ഫെവിക്വിക്കും ഗം എടുക്കുന്നുണ്ട്. പിന്നെ കനം കുറഞ്ഞ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ. ഇനി അക്രിലിക് പെയിൻറ് വേണം. ആദ്യം ബലൂണ് വീർപ്പിക്കണം. അതിനുശേഷം പിന്നെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കനം കുറഞ്ഞ പേപ്പർ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ചീന്തി മാറ്റണം. അപ്പോൾ ഇതാ ചീന്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ബലൂണിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഒരു കവർ ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗമ്മും കുറച്ച് വെള്ളം കൂടിയും മിക്സ് ചെയ്യണം. ഇതെന്തിനാ വെച്ചാൽ ഗമ്മ് ഭയങ്കര തിക്കായിരിക്കും, ജസ്റ്റ് ഒന്ന് ലൂസായാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഇതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കനം കുറഞ്ഞ ഷീറ്റ് എടുത്തിട്ട് ഈ ബലൂണിൻ്റെ മേലെ ഒന്നും കൂടിയും കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബലൂണ് ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെള്ളത്തിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗം വെച്ചിട്ട് കോട്ട് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു ദിവസമെങ്കിലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് കിളിനെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മുട്ടത്തോടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അക്രിലിക് പെയിൻറ്, സിസേഴ്സ്, പിന്നെ ഇതുപോലുള്ള 2 പേപ്പറാണ്. ഇത് A4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഗമ്മ്. ആദ്യം ഈ മുട്ടത്തോട് പെയിന്റ് ചെയ്യണം. ആദ്യം പക്ഷിയുടെ പൂവ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മടക്കി ഇത് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇത് 2 ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോഴിക്ക് ഇത് ആവശ്യമാണ് 2. ഇനി പക്ഷിയുടെ കാലുണ്ടാക്കാം.
ഇനി പക്ഷിയുടെ ചുണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പൊ ഇതാ പക്ഷിയുടെ ചുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പക്ഷിയുടെ ചിറക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിറക് റെഡിയായി, കാല് റെഡിയായി, ചുണ്ട് റെഡിയായി, പൂവ് റെഡിയായി.
പിന്നെ 2 മുട്ടത്തോടും യെല്ലോ പെയിൻറ് ചെയ്ത് വെച്ചും ചെയ്തു. ഇനി ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന് വേണ്ട കണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ണിങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. അതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതെല്ലാതും കൂടി ഒന്ന് ഒട്ടിച്ച് വെക്കാം. ആദ്യം പൂവ് വെക്കാം. അപ്പോൾ പൂവ് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ മടക്കണം. ഇനി ഇത് രണ്ടും ഇങ്ങനെ ഒട്ടിക്കണം. ഇനി ഇതിൻ്റെ പൂവ് മുട്ടയുടെ മേലെ ഗ്ലൂ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി താഴത്ത് ഇതേപോലെ കാലുമ്മേൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് വെച്ചെടുക്കാം. ഇനി ഇതുപോലെ കണ്ണൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ചുണ്ടും കൂടി ഒട്ടിച്ചെടുക്കാം. ഇനി ചിറക് ഒട്ടിക്കാം. അപ്പോൾ ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതും കൂടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ജൂട്ട് ത്രെഡ് കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മളടുത്ത് ഉള്ള ജൂട്ട് ത്രെഡ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 കളർ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തിപ്പോൾ ഒന്നെന്നെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലോട്ട് ഗമ്മ് പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ജൂട്ട് ത്രെഡ് ഈ ഗമ്മിൽ മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബലൂണിൻ്റെ മേലെ ഇതുപോലെ ചുറ്റി കൊടുക്കാം.
വേഗം ഉണങ്ങണം എന്നുണ്ടെങ്കിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്താലും മതി. ഇനി ഇത് ഇതുപോലെ റൗണ്ടിലൊന്ന് താഴെ വരെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഈ കിളിക്കൂടി നമുക്ക് എത്ര വലുപ്പത്തിൽ ഹോള് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ ചുറ്റി കഴിയുമ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ചുറ്റി കൊടുക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി ജൂട്ട് ത്രെഡ് മടങ്ങിയിട്ട് ഈ സർക്കിളിൻ്റെ ബോർഡറിൽ അതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടാക്കണം. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ദാ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നടുവിലുള്ള 2 കയറ് അതും കൂടി ഒന്ന് വെട്ടി കൊടുക്കാം. നീഡിലോ അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ട് ഈ ബലൂണൊക്കെ പൊട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ പൊട്ടിച്ച് കിട്ടിയതാണ് ഈ ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ ബലൂണും ഉള്ളിൽ നമ്മൾ എടുത്തതാണ്. ഇനി കയറ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ കയറിൻ്റെ ഒരറ്റത്ത് നമ്മളിത് കെട്ടി കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി കയറ് ഉള്ളിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്, കിളിനെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ചകിരിയോ അല്ലെങ്കിൽ വൈക്കോലോ എടുക്കുക. ഇവിടെ ചകിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇനി ചകിരി കൂടിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പക്ഷിനെയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ വീടിൻ്റെ ഇഷ്ടമുള്ള ഒരു കോർണറിൽ ഇത് ഹാങ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.